ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. പനി, ക്ഷീണം, പ്രമേഹം, ലൈംഗിക സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവയ്ക്കും അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക് ഉണക്കമുന്തിരി നല്ലൊരു പരിഹാര മാർഗമാണ്. പണ്ടുകാലത്ത് നമ്മുടെ അമ്മമാർ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഭാരം വയ്ക്കാനുമൊക്കെ ഉണക്കമുന്തിരി രാത്രിയിൽ കുതിർത്ത് വെച്ച് രാവിലെ അതിൻ്റെ വെള്ളം കുടിക്കാൻ പറയാറുണ്ട്. ഉണക്കമുന്തിരിയുടെ വെള്ളം കുടിച്ചാൽ നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. മുന്തിരി വെയിലത്തിട്ടോ അല്ലെങ്കിൽ യന്ത്രങ്ങളിലിട്ടോ ഉണക്കിയെടുക്കുന്നതാണ് ഉണക്കമുന്തിരികൾ. സ്വർണ്ണ നിറത്തിലും ഇളം കാപ്പി നിറത്തിലും കറുപ്പ് നിറത്തിലുമൊക്കെ ഇവ ലഭ്യമാണ്. നല്ല മധുരമുള്ള ഉണക്കമുന്തിരികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മുന്തിരികളാണ്. പായസം പോലുള്ള പല മധുര വിഭവങ്ങൾ തയ്യാറാക്കാൻ ഉണക്കമുന്തിരി വ്യാപകമായി ഉപയോഗിക്കാറുമുണ്ട്. വൈറ്റമിൻസ്, മിനറൽസ് എന്നിവയുടെ ഉറവിടമാണ് ഉണക്കമുന്തിരി. അയൺ, പൊട്ടാസ്യം, കാൽഷ്യം, ഫൈബർ, മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയവ ഉണക്കമുന്തിരിയിൽ ധാരാളമായി കാണപ്പെടുന്നു. അതിനാൽ ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളം പതിവാക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഇതാണ്. 1. മലബന്ധമകറ്റാൻ. ഫൈബർ അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് മലബന്ധമകറ്റാനും ദഹനം മെച്ചപ്പെടുത്താനും കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. 2. കരൾ ശുദ്ധീകരിക്കാൻ. കരളിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. 3. ഊർജം ലഭിക്കുന്നതിന്. രാവിലെ വെറും വയറ്റിൽ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഊർജം ലഭിക്കാൻ സഹായിക്കും. 4. വിളർച്ച മാറാൻ. അയണിൻ്റെ നല്ലൊരു ഉറവിടം കൂടിയാണ് ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളം. അതിനാൽ വിളർച്ചയെ തടയാൻ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. 5. നല്ല രോഗപ്രതിരോധ ശേഷിക്ക്. വൈറ്റമിൻ സിയും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. 6. നല്ല ഹൃദയാരോഗ്യത്തിന്. ഉണക്കമുന്തിരിയിലെ പൊട്ടാസ്യം, ഫൈബർ, ഫീനോളിക് ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതുമാത്രമല്ല, പൊട്ടാസ്യത്തിൻ്റെ നല്ലൊരു ഉറവിടം കൂടിയാണ് ഉണക്കമുന്തിരി. അതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനുമൊക്കെ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് BP ഉള്ളവരും BP കുറയ്ക്കാൻ ഉണക്കമുന്തിരി വെള്ളം കുടിക്കാവുന്നതാണ്. 7. എല്ലുകളുടെ ആരോഗ്യത്തിന്. കാൽഷ്യം അടങ്ങിയ ഉണക്കമുന്തിരി എല്ലുകളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. 8. വണ്ണം കുറയ്ക്കാൻ. ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് അനാവശ്യമായ കൊഴുപ്പ് പുറന്തള്ളാൻ സഹായിക്കും. ഇത് രാവിലെ ഒരു വയറ്റിൽ കുടിക്കുന്നത് വയർ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്നു. 9. ചർമ്മത്തിൻ്റെ ആരോഗ്യം. ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഉണക്കമുന്തിരി വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. 10. പല്ലുകളുടെ ആരോഗ്യത്തിന്. ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന പൊലിനോളിക് ആസിഡ് പല്ല് പൊടിഞ്ഞു പോകുന്നത് തടയുന്നതിന് സഹായിക്കുന്നു. അതുപോലെ ക്യാവിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നല്ലതാണ് ഉണക്കമുന്തിരികൾ. പല്ലുകൾ പൊടിഞ്ഞു പോകാൻ കാരണമാകുന്ന ബാക്ടീരിയകൾക്കെതിരെയും ഉണക്കമുന്തിരിയിലെ ആസിഡുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ ഉണക്കമുന്തിരി കാൽഷ്യത്താൽ സമ്പുഷ്ടമാണ്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന നല്ലൊരു പോഷകം കൂടിയാണ് ഉണക്കമുന്തിരിയിലെ കാൽഷ്യം. ഇനി വിശന്നില്ലെങ്കിൽ തന്നെയും എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഫാസ്റ്റ് ഫുഡിന് പുറകെ പോകാതെ പകരം ഉണക്കമുന്തിരി കഴിച്ചു നോക്കുക. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മാത്രമല്ല, ഫൈബർ ഉള്ളതിനാൽ വയർ നിറഞ്ഞ തോന്നലുണ്ടാക്കുന്നതിന് സഹായിക്കുന്നത് കൊണ്ട് നീണ്ട നേരം വിശപ്പ് അനുഭവപ്പെടുകയുമില്ല. ഇതുകൂടാതെ ലൈംഗിക ശേഷി മെച്ചപ്പെടുത്തുന്നതിനും വളരെ നല്ലതാണ് ഉണക്കമുന്തിരി. ഉദ്ധാരണത്തിന് വളരെ നല്ലതാണ്. ഉണക്കമുന്തിരിയിലെ അമിനോ ആസിഡിൻ്റെ സാന്നിധ്യം ഉത്തേജിപ്പിക്കാനും ലൈംഗിക ഉണർവുണ്ടാക്കാനും സഹായിക്കുന്നു. ബീജത്തിൻ്റെ ചലനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ ഉപാധിയാണ് ഉണക്കമുന്തിരി. മാത്രമല്ല, ഉണക്കമുന്തിരികൾ കഴിച്ചാൽ ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ഗർഭധാരണത്തിനുള്ള സാധ്യതയും കൂടുതലാണ്. മധുരമുള്ള ഉണങ്ങിയ പഴങ്ങൾ ദിവസവും കഴിക്കുന്നത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ദഹനപ്രക്രിയ സുഗമമാക്കാനും ഉണക്കമുന്തിരിയിലെ നാരുകൾ ദഹനേന്ദ്രിയത്തിൽ നിന്ന് വിഷപദാർത്ഥങ്ങളെയും ദോഷകരമായ വസ്തുക്കളെയും പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി ഇത് കുടൽ രോഗങ്ങളിൽ നിന്നും ബാക്ടീരിയകളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ ക്യാൻസർ തടയുന്നതിന് സഹായിക്കുന്ന കാറ്റച്ചിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഉണക്കമുന്തിരിയിൽ കാണപ്പെടുന്നു. ഇവ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ശമിപ്പിക്കുന്നതിലൂടെ ക്യാൻസറിന് കാരണമാകുന്ന അസ്വാഭാവിക സെല്ലുകളുടെ വളർച്ച തടയാൻ സാധിക്കുകയും ചെയ്യുന്നു. ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ ശരീരത്തിലെ പിത്തം തള്ളിക്കളയാനും വളരെ നല്ലതാണ്. ഇനി ഷുഗർ ഉള്ളവർക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും വളരെ നല്ലതാണ് ഉണക്കമുന്തിരികൾ. അതിനാൽ പ്രമേഹമുള്ളവർക്കും 4-5 ഉണക്കമുന്തിരികൾ കഴിക്കാവുന്നതാണ്.
ഉണക്കമുന്തിരിയിട്ട് തിളപ്പിച്ച വെള്ളവും പ്രമേഹമുള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ കുടിക്കാവുന്നതുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്